അതേസമയം തിരുവനന്തപുരം മുതലപ്പുഴയിലെ അപകട പരമ്പരയ്ക്ക് അറുതി വരുത്താനായി ഇന്ന് നിർണായകമായ യോഗം ചേരുന്നുണ്ട്. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ആണ് ഈ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. കാലങ്ങളായി ഈ വാർത്ത നിരന്തരമായി ഇടം പിടിക്കുന്ന ഒന്നാണ്. വി വിനോദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ശാശ്വതമായൊരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി കൂടിയാണല്ലോ ജോർജ് കുര്യൻ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ഇന്നത്തെ മുതലപ്പുഴ സന്ദർശനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ കാണുന്നത്. തുടർച്ചയായി മരണങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം. 10 വർഷത്തിനിടെ 76 മരണങ്ങളാണ് മുതലപ്പുഴയിൽ സംഭവിച്ചത്. അവിടെ പുലിമുട്ട് നിർമ്മാണം, അതിലെ അശാസ്ത്രീയത ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികളാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിവിധ സംഘങ്ങൾ നേരത്തെ നിരവധി പഠനങ്ങൾ നടത്തിയിരുന്നു. അതിൽ പൂനെയിലെ വാട്ടർ പവർ റിസർച്ച് സെന്റർ നടത്തിയ പഠന റിപ്പോർട്ട്, ഏറ്റവും ഒടുവിലത്തെ പഠന റിപ്പോർട്ട് അനുസരിച്ച് പുലിമുട്ടിന്റെ രൂപാകൃതിയിൽ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുറന്നു നിൽക്കുന്ന കവാടമാണ് ഇത്. പുലിമുട്ടിന്റെ ഇടതുവശത്തെ പുലിമുട്ടിന്റെ നീളം കൂടുതൽ കടലിലേക്ക് ഇറക്കി അത് ഒരു വളവാക്കി മാറ്റിക്കൊണ്ട് വടക്ക് ഭാഗത്തേക്ക് കവാടം രൂപീകരിക്കുക. ആ തരത്തിൽ മത്സ്യബന്ധന യാനങ്ങൾ കടലിലേക്ക് പ്രവേശിക്കുന്ന ഒരു നിർമ്മാണ രീതിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത് നടപ്പാക്കുന്നതിന് വേണ്ടി 160 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കേണ്ടതുണ്ട്. ഇത് തിരയടി ഒഴിവാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ശക്തമായ തിരയ്ക്ക് അഭിമുഖമായി വള്ളങ്ങൾ ഇറങ്ങേണ്ടി വരില്ല. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള തിരകളിലൂടെ തിരികെ കായലിലേക്ക് കയറേണ്ടിയും വരില്ല. ആ ഒരു കവാടത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള രൂപമാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന് കേന്ദ്രത്തിന്റെ ആദ്യത്തെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇനി ഗ്രീൻ പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇന്ന് ജോർജ് കുര്യൻ മുതലപ്പുഴയിൽ 11 മണിയോടുകൂടി എത്തും. അദ്ദേഹം ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണുള്ളത്. അതിനുശേഷം അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരുമായുള്ള യോഗത്തിൽ പങ്കെടുക്കും. മന്ത്രി സജി ചെറിയാനും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട യോഗമാണ് നടക്കുന്നത്. ശാശ്വതമായ പരിഹാരമുണ്ടായാൽ അത് വലിയ മാറ്റമായി മാറുകയും ചെയ്യും. എന്തായാലും വി